ആട് 1 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അന്ന് ഞാൻ അതിന്റെ സംവിധാനം സ്ക്രീനുകൾ ഇരുണ്ടു. ആട് ഒരു ബോക്സ് ഓഫീസ് പരാജയമെന്ന് വിധിക്കപ്പെട്ടു. ഇതിലും അവിടെ നിന്ന് ഞാൻ ആകെ തകർന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെയാണ് ആ അത്ഭുതം സംഭവിച്ചത്. സൂപ്പർ പടമാണ്. നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണേ പറയാം. മേക്കിങ്ങൊക്കെ അടിപൊളിയാണ്. ചാനലും സോഷ്യൽ മീഡിയയും ടൈമായി. പൊളിപ്പടം, ഒരു രക്ഷയില്ല, അടിപൊളി. ചിരിക്കാനുണ്ട്, സൂപ്പർ ചിരിക്കാനുണ്ട്, എല്ലാം സെറ്റപ്പ്. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ഏരിയയിലോട്ട് എടുക്കണ്ട. കൊടുകൈ കലക്കി കളഞ്ഞു. ആട് 2 കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആട് 3 വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് മതിയടേ. ഞാൻ രക്ഷപ്പെടും. സൂപ്പർ ഹിറ്റ് സാർ. നമ്മൾ കോടികൾ ഉണ്ടാക്കും അല്ലേ? ഷുവർ. പിള്ളേരൊക്കെ ആ ദേശത്തെ പിള്ളേരോട് വിളിച്ചോ. ഓണത്തൂക്കൽ വിളിക്കണം. ഒറ്റ ക്ലബ് ഒഴിവാക്കരുത്. എല്ലാവർക്കും എന്നെ മതി. സ്ക്രീനിൽ ഇവരെ ഷാൻ റഹ്മാന്റെ BGM കാണിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലേ, അത് വേർഡ്സിലൂടെ പറയാൻ കഴിയില്ല. എന്റെ കുഞ്ഞെ പറഞ്ഞാ വിശ്വസിക്കത്തില്ല. ഷാൻ റഹ്മാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള